യെസ്, അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രില്ലർ മത്സരങ്ങൾ. പക്ഷേ ഇന്നത്തെ മത്സരത്തിൽ ഈ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റ് മുകുൾ ചൗധരിക്ക് മാത്രമുള്ളതാണ്. മുകുൾ ചൗധരിക്ക് അല്ലാതെ വേറൊരാൾക്കും നമുക്ക് ക്രെഡിറ്റ് കൊടുക്കാനായിട്ടും പറ്റില്ല. അതായത് LSG ഇന്നത്തെ കളിയിൽ ഓൾമോസ്റ്റ് തോറ്റതാണ്. ആ 16ാമത്തെ ഓവറിൽ ഷമിയുടെ വിക്കറ്റ് കൂടി പോയപ്പോൾ ഓൾമോസ്റ്റ് ആ ഗാലറിയിൽ നിന്ന് കൊൽക്കത്ത ആരാധകരായാലും ഇനിയിപ്പോൾ ഫീൽഡിലുള്ള കൊൽക്കത്ത പ്ലെയേഴ്സ് ആണെങ്കിലും ഈവൻ ഋഷഭ് പന്തിന് പോലും തോന്നിയിട്ടുണ്ടാവും, ഓക്കെ ഈ കളി നമുക്കിനിയിപ്പോൾ മറന്നു കളയാം, നമ്മൾ തോറ്റിട്ടുണ്ടെന്നു. 7 ബോളിൽ 2 റൺസ് എടുത്തിട്ടാണ് ആ ഒരു സമയത്ത് മുകുൾ ചൗധരി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ആ ഒരു കളി വിട്ടുകൊടുക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ലായിരുന്നു. എന്ത് കളിയാണ് കളിച്ചത്! അതായത് ഇതുപോലെ 7ാം നമ്പറിൽ ഇറങ്ങിയിട്ട് ഹെലികോപ്റ്റർ ഷോട്ടുകളൊക്കെ അടിച്ചിട്ട് കളി ഫിനിഷ് ചെയ്യുന്ന ഒരാളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള ഒരാളുണ്ടല്ലോ, MS ധോണി. അതേപോലെ അല്ലെങ്കിലും അതേപോലെയുള്ള ഹെലികോപ്റ്റർ ഷോട്ടുകളായാലും നല്ല പവർഫുൾ ഹിറ്റുകൾ, നമുക്ക് അടി കാണുമ്പോൾ തന്നെ അറിയാം അത് 6 ആണോ 4 ആണോ എന്നുള്ള രീതിയിലുള്ള പവർഫുൾ ഹിറ്റുകളൊക്കെ അടിച്ചിട്ട് റൺസ് സ്കോർ ചെയ്തിട്ട് ടീമിനെ ജയിപ്പിച്ചേക്കുക. അതും 7 6ഉം 2 4ഉം അടക്കം അടിച്ചിട്ടാണ് ഈ ഒരു രീതിയിലേക്ക്. അതായത് ആദ്യത്തെ 7 ബോളിൽ 2 റണ്ണാണ് എടുത്തിരുന്നെങ്കിൽ അടുത്ത 17 ബോളിൽ 52 റണ്ണാണ് ഈ 21 അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ കളിയിൽ കൊൽക്കത്ത എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്ന ഏരിയാസ് എല്ലാം അവർ സൊല്യൂഷൻസ് കൊണ്ടുവരണം. അവരുടെ ബോളിങ് അത്യാവശ്യം നല്ല മികച്ച രീതിയിലാണ് എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ലാസ്റ്റ് 4 ഓവർ ഒഴിച്ച് ബാക്കി എല്ലാ ഓവറും അവർ നന്നായി എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എറിഞ്ഞതിൽ നവദീപ് സൈനിക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും വിക്കറ്റ് എടുക്കാൻ പറ്റി. കാമറൂൺ ഗ്രീൻ ബോൾ ചെയ്യുന്നതായിട്ട് കണ്ടു, അദ്ദേഹം വിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ക്രൂഷ്യൽ വിക്കറ്റായിട്ടുള്ള ഋഷഭ് പന്തിൻ്റെ വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ബാറ്റിങ്ങിൽ വന്നപ്പോൾ അവർ ഓപ്പണിങ്ങിൽ ഫിനാലിൽ കുറച്ച് നിരാശപ്പെടുത്തിയെങ്കിലും പിന്നീട് രഘുവംശി ആണെങ്കിലും രഹാനെ ആണെങ്കിലും ഇറങ്ങിയിട്ട് നല്ലൊരു 84 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് എത്തിക്കുന്നത് കണ്ടു നമ്മൾ. അവർ നല്ല തുടക്കം കൊടുത്തു. അതിനുശേഷം വന്നിട്ടുള്ള റിങ്കു സിംഗിന് കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റിയില്ല. കാമറൂൺ ഗ്രീൻ തുടക്കത്തിൽ കുറച്ചൊരു കഴിഞ്ഞ കളികളിലെല്ലാം മോശമായിട്ട് കളിക്കുന്നതിൻ്റെ പ്രഷറും ആ പ്രൈസ് ടാഗിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഗ്രീനിൻ്റെ തലയിലുണ്ട്. അതുള്ളതുകൊണ്ട് തന്നെ ഒരു 18 ബോളിൽ ആദ്യത്തെ 18 ബോളിൽ 15 റണ്ണ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഗ്രീനിന് പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അതിനുശേഷം ഗ്രീൻ ഒരു 4ഉം 6ഒക്കെ അടിച്ചിട്ട് ഒരു 32 റൺസ് ഗ്രീനിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. 113 സ്ട്രൈക്ക് റേറ്റിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട ഒരു രീതിയിൽ. ഇത്രയും നാൾ മര്യാദയ്ക്ക് കളിക്കണില്ല എന്നുള്ള പേരായിരുന്നു. അത് മാറ്റിയിട്ട് ബോളിങ്ങിലായാലും ബാറ്റിങ്ങിലായാലും ഒരു കുഴപ്പമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കുന്നത് കണ്ടു. രോമൻ പവലാണെങ്കിലും 39 റൺ എടുത്തിട്ട് ആ ഒരു ഫിനിഷിംഗ് ടച്ച് കൊടുത്തിട്ട് ഒരു 182 റണ്ണ് കൊൽക്കത്ത എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും അവർക്കൊരു 10-15 റണ്ണ് കൂടി എക്സ്ട്രാ എടുക്കാമായിരുന്നു വേണമെങ്കിൽ. ആ ഗ്രീൻ ആ കുറച്ച് ബോളൊക്കെ ഡോട്ട് ബോൾ കളഞ്ഞത്, അല്ലെങ്കിൽ ഒരു റിങ്കു കുറച്ച് ബോൾ ഡോട്ട് ബോൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു 200 എന്നുള്ള ഒരു സ്കോർ ലൈനിലേക്ക് എത്തിക്കായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു പിച്ചിൽ 182 അത്ര മോശം സ്കോറൊന്നുമല്ലായിരുന്നു. ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോറായിരുന്നു. ആ തരത്തിലാണ് കൊൽക്കത്ത ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തുടക്കത്തിൽ മിച്ചൽ മാർക്കറും കൂടിയിട്ട് ഒരു നല്ലൊരു തുടക്കം കൊടുത്തിട്ട് 4 ഓവറിൽ 41 റണ്ണ് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർക്കറത്തിൻ്റെയും മിച്ചൽ മാർഷിൻ്റെയും വിക്കറ്റ് ഓരോ ഓവറിൽ തന്നെ എടുത്തിട്ട് വൈഭവ് അറോറ അവരെ ഗെയിമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പന്തിൻ്റെ വിക്കറ്റ് ഗ്രീന് എടുക്കുന്ന കണ്ടു. കുറേ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ബോളിങ്ങിലേക്ക് തിരിച്ചു വന്നിട്ട് നല്ലൊരു ശുഭപ്രതീക്ഷ കൊൽക്കത്തയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നരേൻ്റെ സ്പെല്ല് എടുത്തു പറയേണ്ടതായിട്ടുള്ള സ്പെല്ലായിരുന്നു. അതായത് ഈ ഇത്രയും റൺസ് സ്കോർ ചെയ്യേണ്ട, അതായത് 9 റൺസിന് മേലെ സ്കോർ ചെയ്യേണ്ട ഒരു മത്സരത്തിൽ 4 ഓവറിൽ വെറും 13 റൺസ് മാത്രമാണ് നരേൻ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. 14 ഡോട്ട് ബോൾ, വളരെ മികച്ച രീതിയിലാണ് നരേൻ ബോൾ എറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് 4 ഓവറിലാണ് കളി മൊത്തം തിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. 16 ഓവറിൽ അവർ 127 റൺസോ 128 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 7 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. ക്രീസിലേക്ക് ഉണ്ടായിരുന്ന ആവേശ് ഖാനും അതുപോലെ തന്നെ 7 ബോളിൽ 2 റൺ എടുത്തിട്ടുണ്ടായിരുന്ന മുകുൾ ചൗധരി. അതിനുശേഷം വന്നിട്ടുള്ള ബോളേഴ്സായിട്ടുള്ള വൈഭവ് അറോറയും അതുപോലെ ഗ്രീനും ഒക്കെ അടിച്ചിട്ട് അദ്ദേഹം ലാസ്റ്റ് ഓവറിൽ 14 റണ്ണ് എന്നുള്ള രീതിയിൽ വരെ കളി എത്തിച്ചിട്ടുണ്ടായിരുന്നു. ടൈറ്റായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീനിന് വേണമെങ്കിൽ ഹീറോ ആവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ആ പെനൾട്ടിമേറ്റ് ഓവർ എറിഞ്ഞിട്ട്. അതായത് ഇത്രയും നാൾ തനിക്ക് ആ ഒരു പ്രൈസ് ടാഗിൻ്റെ പേരിൽ കേട്ട ചീത്തപ്പേരൊക്കെ മാറ്റാനായിട്ട് ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ആ ഓവറിൽ 2 ഓവർ 30 റണ്ണായിരുന്നു ആ ഒരു സമയത്ത് ഇവർക്ക് LSGക്ക് ജയിക്കാനായിട്ട് വേണ്ടിയിരുന്നത്. പക്ഷേ ആ ഓവറിൽ 16 റൺസ് മുകുൾ ചൗധരി അടിക്കുന്നതായിട്ട് കണ്ടു. അത് കൂടുതലും ഗ്രീനിൻ്റെ ബോളിൽ മിസ്റ്റേക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. മുകുൾ ചൗധരി എങ്ങനെ എറിഞ്ഞാലും അടിക്കണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഓവറിൽ 14 റൺ എന്നുള്ള രീതിയിലെത്തി. പക്ഷേ
അവിടെ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. വൈബ് ഓററുടെ ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് ആവേശ് ഖാനായിരുന്നു. ആവേശ് ഖാൻ അതിൽ കൃത്യമായിട്ടൊരു സിംഗിൾ ഇട്ട് കൊടുത്തു. അവിടുന്ന് പിന്നെ മുകുൾ ചൗധരി ഫിനിഷ് ചെയ്യുന്നതാണ് കണ്ടത്. ആ ഓവറിൽ തന്നെ 2 സിക്സ് അദ്ദേഹം അടിക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ലാസ്റ്റ് ബോളിൽ ബൈ ഓടിയിട്ടാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമ്മൾ ത്രില്ലർ കണ്ടിരുന്നു, ലാസ്റ്റ് ബോളിൽ ഇതുപോലെ ബൈ ഓടാൻ ശ്രമിച്ചിട്ട് വിക്കറ്റ് നഷ്ടമാവുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു റിസ്ക് കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട് ആവേശ് ഖാൻ ഓൾറെഡി റെഡി ആയിരുന്നു. ഹെൽമെറ്റൊക്കെ ലാസ്റ്റ് ബോൾ കളിക്കുന്നതിന് മുന്നേ തന്നെ ഹെൽമെറ്റൊക്കെ ഊരി പിടിച്ച്, അതായത് ഓടാൻ മാത്രം റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു ആവേശ് ഖാൻ. എന്തായാലും ഒരു റണ്ണ് എടുക്കണം, അവരെന്തായാലും സ്കോർ ലെവലാക്കിയിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ തന്നെ 6 അടിച്ചിട്ട്. അപ്പോൾ ഒരു റണ്ണ് മാത്രം എടുക്കേണ്ടതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ രഘുവംശിക്ക് അവിടെ കൃത്യമായിട്ട് വിക്കറ്റിലേക്ക് എറിഞ്ഞു കൊള്ളിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ബൈ എടുത്തിട്ട് അങ്ങനെ ജയിച്ചിരിക്കുകയാണ് LSG. അവരിപ്പോൾ ലാസ്റ്റത്തെ 2 കളി അടുപ്പിച്ച് അവർ ജയിച്ചിട്ടുണ്ട്. അവർക്ക് അവർ മിഡിൽ ഓർഡറിൽ ഇപ്പോഴും പ്രോബ്ലംസ് കാര്യങ്ങളുണ്ട്. നിക്കോളസ് പൂരനൊന്നും കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ബഡോണി കുഴപ്പമില്ലാത്ത രീതിയിൽ കളിച്ചിട്ട് ഒരു 54 റണ്ണ് എടുക്കുന്നത് നമ്മൾ കണ്ടു. സമതിന് കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. അനുകുൽ റോയ് 2 വിക്കറ്റ് എടുത്തിട്ട് ആ ഒരു ഇവരുടെ തകർച്ചയ്ക്ക്, അതായത് LSGയുടെ ബാറ്റിംഗ് തകർച്ച കുറച്ചുകൂടി ഒന്ന് ഊർജ്ജം കൂട്ടുന്ന രീതിയിൽ വിക്കറ്റുകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീടാണ് മുകുൾ ചൗധരി ഷോ നമ്മൾ കണ്ടത്. ഒന്നും പറയാനില്ല, കിഡിലൻ ഇന്നിങ്സ്. ഇതുപോലെ കളിച്ചിട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെയിം, അതായത് ഈ IPL തന്നെ നമ്മളിപ്പോൾ കുറേ ഇന്ത്യൻ പ്ലേയേഴ്സിന് നല്ല പ്രകടനങ്ങൾ നമ്മളിങ്ങനെ കണ്ട് അതിലേക്ക് ഒരു പേര് കൂടി നമുക്കിപ്പോൾ എഴുതി ചേർക്കാൻ പറ്റും. അതാണ് മുകുൾ ചൗധരിയുടെ പേര്. സോ അങ്ങനെ കൈവിട്ട കളി അവിടെ നേടിക്കൊടുത്തത്, അതായത് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തത് മുകുൾ ചൗധരിയാണ്. ഒരു ഇൻക്രെഡിബിൾ ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടത്. പക്ഷേ കൊൽക്കത്തയ്ക്ക് ഇപ്പോഴും നിരാശ തന്നെയാണ്. പക്ഷേ അവർക്ക് കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ഈ ഗെയിമിൽ നിന്ന് എടുക്കാനായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കളികളിലൊക്കെ അവർ കംപ്ലീറ്റ് ഫെയിലായി പോകുന്നത് കണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കളിയിൽ വന്നപ്പോൾ അവർ ബോളിങ്ങിൽ നന്നായി മികച്ചായിട്ട് എറിയാൻ പറ്റി. പക്ഷേ ലാസ്റ്റത്തെ ഒരു ഫൈനൽ ടച്ച് മാത്രം അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അത് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഗ്രീനൊക്കെ ഫോമിലേക്ക് വന്നു, ബോളിംഗ് അദ്ദേഹം ചെയ്തു, ബാറ്റിങ്ങിലായാലും കുഴപ്പമില്ലാത്ത ഒരു റണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കളിയിൽ കുറച്ചുകൂടി മികച്ചായിട്ട് കളിക്കാനായിട്ട് പറ്റുമായിരിക്കും നമുക്ക് വിചാരിക്കാം. പക്ഷേ എന്നിരുന്നാലും ഇന്നത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് മുകുൾ ചൗധരി തന്നെയാണ്. LSG അങ്ങനെ അടുത്ത കളി ജയിച്ചിട്ട് 4 പോയിൻ്റാണ് അവർക്കുള്ളത്. KKRന് ഇപ്പോഴും ആ ഒരു മഴയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 3 കളി അവരിപ്പോൾ പരാജയപ്പെട്ടു. ഇനി KKRന് അടുത്ത കളിയിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. അവരെന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കും.